ഗുരുവായൂർ ആനക്കോട്ടയിലെ ഉയരക്കേമനായ രാജശേഖരൻ. എഴുന്നള്ളിപ്പുകളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ആനക്കോട്ടയിലെ തറിയിൽ തികഞ്ഞ വിശ്രമത്തിലാണ് ആന. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് രാജശേഖരൻ്റെ അടുത്തേക്ക് ചട്ടക്കാരൻ ബൈജുവേട്ടൻ എത്തുന്നത്. ചട്ടക്കാരൻ വരുന്നതറിഞ്ഞ് കെട്ടും തറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാവുകയാണ് ആന. ആനകളെ സംബന്ധിച്ച് നടത്തം പ്രാധാന്യമേറിയതിനാൽ ഗുരുവായൂർ ആനകളുടെ ദിനചര്യയിൽ നടത്തവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആനയെ തറിയിൽ നിന്ന് പുറത്തിറക്കി കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പുകൾ കണ്ടപ്പോൾ തന്നെ വിസ്തരിച്ചൊരു കഴുക്കില്ല എന്ന് മനസ്സിലായി. ആനയെ നിർത്തി തന്നെ ശരീരം മുഴുവനായി നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചു. വെള്ളം കുടിക്കുവാനും കൊടുത്തു. സമീപത്ത് നിന്ന് മരത്തോട് ചേർന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയം ആന തൻ്റെ ശരീരഭാഗങ്ങൾ മരത്തിലുരച്ച് കുളിക്കുകയാണ്. മുന്നെയെല്ലാം പള്ളത്താംകുളങ്ങര ഗിരീശനും എടവനക്കാട് പരമേശ്വരനുമെല്ലാം ഇതുപോലെ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നുള്ള പല ആനകൾക്കും ഈ രീതി അറിയാമെങ്കിലും ചട്ടക്കാർ അങ്ങനെ കുളിപ്പിക്കുന്നത് വളരെ വിരളം തന്നെ. സത്യത്തിൽ നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആനക്കുളി കാണുവാൻ സാധിച്ചത്. കുളി കഴിഞ്ഞ ശേഷം അല്പനേരം നടത്തമാണ്. കൂടെ തനിക്കായുള്ള പട്ടയും താങ്ങി തറയിലേക്ക് എത്തിക്കണം. നടത്തവുമായി തനിക്ക് തിന്നാനുള്ള വകയുമായി.